PC ഹിൻസ ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. LDCക്ക് എന്തെന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരും പറയും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക അതൊക്കെ, പക്ഷെ അതിനൊക്കെ ലിമിറ്റഡ് ഏതിന് നമുക്ക് എന്താണ് എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ക്വസ്റ്റ്യൻ വരണം എന്നില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കുക, അതേ വഴിയുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപരനാമങ്ങളെ കുറിച്ച് ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായി വരുന്നതാണ്. നമുക്ക് വീഡിയോ എന്തെന്ന് നോക്കാം. ജീവന്റെ നദി. ജീവന്റെ നദി എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? രക്തമാണ്. ജീവന്റെ നദിയാണ് രക്തം. അപരനാമങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ജീവന്റെ നദി ഏതാണ്? രക്തമാണ്. ഗ്രൈൻഡിങ് മെഷീൻ. ഗ്രൈൻഡിങ് മെഷീൻ എന്ന് പറയുന്നത് എന്താണ്? ആമാശയം. നമ്മൾ ഫുഡെല്ലാം എന്താണ് അരക്കിയല്ലേ, ഗ്രൈൻഡറിലിട്ട് അരക്കുന്ന പോലെ അരക്കിയല്ലേ, അതാണ് ഗ്രൈൻഡിങ് മെഷീൻ എന്ന് പറയുന്നത്. അത് ആമാശയം. അതുപോലെ പവർ ഹൗസ് അറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയാണ് പവർ ഹൗസ്. ലിറ്റിൽ ബ്രെയിൻ അതെല്ലാവർക്കും അറിയാം, സെറിബെല്ലം ആണെന്ന്. ലിറ്റിൽ ബ്രെയിൻ സെറിബെല്ലം ആണെന്ന് അറിയാം. അതുപോലെ തന്നെ റിലേ സ്റ്റേഷൻ, റിലാക്സ് ആകുന്ന സ്റ്റേഷനാണ് ഇത് തലാമസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നായക ഗ്രന്ഥി, അതാണ് പീയൂഷ ഗ്രന്ഥി. അടുത്തത് സർജിക്കൽ ഹോർമോൺ ന്യൂർ അഡ്രിനാലിൻ. സർജിക്കൽ ഹോർമോൺ ഏതാണ്? ന്യൂർ അഡ്രിനാലിൻ. യുവത്വ ഹോർമോൺ. യുവത്വ ഹോർമോൺ ഏതാണ്? തൈമോസിൻ. ഏതാണ് യുവത്വ ഹോർമോൺ? തൈമോസിൻ. അടുത്തത് വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ. സൊമാറ്റോട്രോപ്പിൻ ആണ് ഏതാണ് പറയുന്നത്? വളർച്ചാ ഹോർമോൺ. വളർച്ചാ ഹോർമോൺ സൊമാറ്റോട്രോപ്പിൻ. ആഡംസ് ആപ്പിൾ പറയുന്നത് ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥിനെയാണ് ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മധുരഗ്രന്ഥി, നമുക്കറിയാം ഷുഗർ ഒക്കെ ഏറ്റവും കൂടുതൽ വന്നു കഴിഞ്ഞാൽ ബാധിക്കുന്ന ഇത് പാൻക്രിയാസ്. പാൻക്രിയാസ് മധുരഗ്രന്ഥി, പാൻക്രിയാസ്. അതുപോലെ തന്നെ സാർവത്രിക ദാതാവും സ്വീകർത്താവും. ആരാണ് ദാതാവ്? ദാതാവ് O ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ സാർവത്രിക സ്വീകർത്താവ് ആരാണ്? AB ഗ്രൂപ്പാണ്. അപ്പൊ ദാതാവ് ആരാണ്? O ഗ്രൂപ്പ്. അതുപോലെ സ്വീകർത്താവ് ആരാണ്? AB ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ ജുവനൈൽ ഗ്ലാൻഡ്. ജുവനൈൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ്? തൈമസ് ആണ്. ജുവനൈൽ ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നത് തൈമസ് ആണ്. ബയോളജിക്കൽ ക്ലോക്ക് ഏതാണ്? പീനിയൽ ഗ്രന്ഥി. ബയോളജിക്കൽ ക്ലോക്ക് ഏതാണ്? പീനിയൽ ഗ്രന്ഥിയാണ്. ആത്മാവിലേക്കുള്ള ജാലകം. ആത്മാവിലേക്കുള്ള ജാലകം എന്താണ്? കണ്ണാണ്. ആത്മാവിലേക്കുള്ള ജാലകം എന്താണ്? കണ്ണാണ്. അതുപോലെ തന്നെ മനുഷ്യ ശരീരത്തിലെ അരിപ്പ. അരിപ്പ എന്നറിയപ്പെടുന്നത് എന്താണ്? വൃക്കയാണ്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ ഏതാണ്? വൃക്കയാണ്. RBCയുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്ലീഹയാണ്. RBCയുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹയാണ്. ബയോളജിക്കൽ എനർജി കറൻസി ഏതാണ്? ബയോളജിക്കൽ എനർജി കറൻസി ഏതാണ്? ATP. ATP ആണ് ബയോളജിക്കൽ എനർജി കറൻസി എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ രാസശാല. രാസശാല ഏതാണ്? കരളാണ്. അപ്പൊ മനസ്സിലായില്ലേ? മനുഷ്യ ശരീരത്തിലെ അരിപ്പ, വൃക്ക. അതുപോലെ RBCയുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് പ്ലീഹ. ബയോളജിക്കൽ എനർജി കറൻസി എന്നറിയപ്പെടുന്നത് ATP. മനുഷ്യ ശരീരത്തിലെ രാസശാല എന്നറിയപ്പെടുന്നത് കരളാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ തൊട്ടടുത്ത ബെല്ലൈക്കൺ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക. താങ്ക് യു.